തൃശൂരിലെ മറ്റത്തൂർ മോഡൽ കൂറുമാറ്റമാണ് സംസ്ഥാനത്താകെ ചർച്ചാ വിഷയം. 8 കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ച് BJPക്കൊപ്പം ചേർന്ന് പഞ്ചായത്ത് ഭരണം പിടിച്ച നടപടി കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടതുപക്ഷം. പ്രശ്നം വേഗത്തിൽ പരിഹരിക്കാം എന്ന കോൺഗ്രസിന്റെ പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റെ അന്ത്യശാസനം തള്ളിക്കൊണ്ട് തൃശൂർ മറ്റത്തൂരിൽ BJPയുമായി ബന്ധം സ്ഥാപിച്ച പഞ്ചായത്ത് അംഗങ്ങളും നേതാക്കളും ഇന്ന് രംഗത്തെത്തി. പഞ്ചായത്ത് അംഗത്വവും പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കില്ലെന്നും പാപഭാരം ഏറ്റെടുക്കാൻ ആകില്ല എന്നുമാണ് നിലപാട്. കർശന നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടൻ സമീപിക്കുമെന്നും DCC അറിയിച്ചു. BJPയുമായി TN ചന്ദ്രനും സംഘവും നേരത്തെ തന്നെ ധാരണ ഉണ്ടാക്കിയിരുന്നതായി LDFനൊപ്പം ചേർന്ന കോൺഗ്രസ് വിമതൻ KR ഔസേപ്പും ഇന്ന് വെളിപ്പെടുത്തി. ആദ്യം RDX റാപ്പ് കാണാം. തൃശൂർ മറ്റത്തൂരിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കണമെന്ന നേതൃത്വത്തിന്റെ അന്ത്യശാസനം പാടത്തള്ളുകയാണ് കൂട്ടത്തോടെ കൂറുമാറി BJPയോടൊപ്പം കൈകോർത്ത കോൺഗ്രസ് അംഗങ്ങൾ. മറ്റത്തൂർ വിഷയം കോൺഗ്രസിനെതിരെ പ്രധാന പ്രചാരണ ആയുധമാക്കുകയാണ് CPIM. കോൺഗ്രസുകാർക്ക് BJP ആകാൻ യാതൊരു പ്രയാസവുമില്ലെന്നാണ് മറ്റത്തൂരിൽ കണ്ടതെന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടക്കം പൂർണ്ണ പിന്തുണയോടെയാണ് ഈ പരസ്യ ബാന്ധവമെന്നും CPIM ആരോപിക്കുന്നു. ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ CPIM BJP കൂട്ടുകെട്ട് ആരോപിച്ച കോൺഗ്രസ് മറ്റത്തൂരിലെ സാഹചര്യം എങ്ങനെ വിശദീകരിക്കുമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. അംഗങ്ങൾ കോൺഗ്രസ് തീരുമാനം ലംഘിച്ചു, പക്ഷേ ആരും BJPയിൽ ചേർന്നിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിക്കുന്നത്. ഇതിനിടെ BJP സഖ്യത്തിലേക്ക് തന്നെ ക്ഷണിക്കാൻ കോൺഗ്രസ് അംഗങ്ങൾ എത്തിയെന്ന് വിമതനായി മത്സരിച്ച് ജയിച്ച KR ഔസേപ്പ് വെളിപ്പെടുത്തിയതോടെ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലായി. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പാർട്ടി നിർദ്ദേശം തള്ളിയതോടെ അയോഗ്യത നടപടികളിലേക്ക് കടക്കുകയല്ലാതെ കോൺഗ്രസിന് വേറെ വഴിയില്ല എന്നായി. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് മറ്റ് വിശദാംശങ്ങൾ കൂടെ പരിശോധിക്കാം. മറ്റത്തൂരിൽ സംഭവിച്ചത് ഇതൊക്കെയാണ്. നമുക്ക് ഇതിനകം തന്നെ അറിയാമത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ മറ്റത്തൂരിൽ കോൺഗ്രസ് പാളയത്തിൽ പട തുടങ്ങിയിരുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ച 2 പേർക്കെതിരെ DCC നടപടിയെടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവർ വിജയിച്ചതോടെ നടപടി റദ്ദാക്കി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. LDF 10, UDF 8, BJP 4, UDF വിമതർ 2 എന്നിങ്ങനെയായിരുന്നു അവിടെ കക്ഷിനില. ദീർഘകാലമായി ഇടത് ഭരണത്തിലുള്ള പഞ്ചായത്ത് പിടിക്കാൻ BJPയുമായി കോൺഗ്രസ് സഖ്യധാരണ ഉണ്ടാക്കി. വിമതരിൽ ഒരാളായ KR ഔസേപ്പിനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവാക്കാൻ അവർക്കിടയിൽ ധാരണയായി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. എന്നാൽ BJPയുമായി ചേർന്ന് ഭരണം പിടിക്കാനുള്ള നീക്കത്തിൽ ഔസേപ്പ് പ്രതിഷേധിച്ചു എന്നാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വന്ന് പറഞ്ഞത്. ഔസേപ്പിനെ അംഗീകരിക്കില്ല, പാർട്ടി അംഗത്വം രാജിവെക്കുന്നുവെന്ന് മറ്റ് 8 അംഗങ്ങളും പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ 8ഉം BJPയുടെ 3 വോട്ടുകൾ കിട്ടി. കോൺഗ്രസ് വിമത ടെസ്സി ജോസ് വിജയിച്ചു. അവരാണിപ്പോൾ അവിടുത്തെ പ്രസിഡന്റ്. 8 അംഗങ്ങളെയും നീക്കത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കളെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഉടനടി തന്നെ. രഹസ്യധാരണ മുമ്പേ ഉണ്ടാക്കി എന്ന സംശയം ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പേ കോൺഗ്രസും BJPയും തമ്മിൽ ചർച്ച നടന്നുവെന്നാണ് BJP പഞ്ചായത്ത് അംഗം പറയുന്നത്. പ്രതിസന്ധിക്ക് കാരണം KR ഔസേപ്പ് LDFനൊപ്പം ചേർന്നതാണെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറയുന്നു. BJPയുമായി ധാരണ ഉണ്ടാക്കാൻ കൂടെ നിൽക്കണമെന്ന് തന്നോട് നേതൃത്വം ആവശ്യപ്പെട്ടെന്നാണ് ഔസേപ്പ് ഇന്ന് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതോടെ നേതൃത്വവുമായി വീണ്ടും ഇടഞ്ഞ ഔസേപ്പ് കോൺഗ്രസ് ബന്ധം വിട്ട് ഇടതുപക്ഷത്തെത്തി എന്നതാണ് നമ്മൾ കാണുന്നത്. കുമരകത്തെ കൂടുമാറ്റം മറ്റത്തൂർ മാത്രമല്ല മറ്റു ചില പഞ്ചായത്തുകളിൽ കൂടെ ഈ ഇത്തരം സങ്കീർണമായ സാഹചര്യങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കുമരകത്താണ്. കുമരകത്തെ കൂടുമാറ്റം എങ്ങനെയാണ്? കുമരകം പഞ്ചായത്തിൽ BJPയും കോൺഗ്രസും കൈകോർത്ത് UDF അധികാരം പിടിക്കുകയായിരുന്നു. BJPയും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കുകയാണ്. LDF 8, UDF 5, BJP 3 എന്നിങ്ങനെയായിരുന്നു കുമരകത്തെ കക്ഷിനില. വോട്ടെടുപ്പിൽ UDFും BJPയും സ്വതന്ത്ര അംഗത്തിന് വോട്ട് ചെയ്തു. ഇതോടെ 8-8 എന്ന നിലയായി അവിടുത്തെ നില. തുടർന്ന് നടന്ന നറുക്കെടുപ്പിലാണ് UDF സ്വതന്ത്രൻ AP ഗോപി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. BJP അംഗങ്ങൾ പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തുവെന്ന് BJPയുടെ ജില്ലാ നേതൃത്വം പറയുന്നു. ഇപ്പോഴവരുടെ വിശദീകരണം അങ്ങനെയാണ്. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തുവെന്ന്. 3 അംഗങ്ങളെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെന്ന് കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ആ നിലപാടാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ കുമരകം കൂടെ ഉണ്ടായിരിക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് തൃശ്ശൂരിലെ മറ്റത്തൂരിലെ സംഗതി മാറുകയാണ്. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെയാണ് മറ്റത്തൂരിലെ കൂറുമാറ്റമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഇതിനെ ന്യായീകരിച്ചു. കോൺഗ്രസിന് BJP ആകാൻ യാതൊരു പ്രയാസവുമില്ല എന്നതാണ് മറ്റത്തൂരിൽ കണ്ടത് എന്നും MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ. ജയിച്ച മുഴുവൻ UDF കോൺഗ്രസ് അംഗങ്ങളും BJPയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കേരളം കണ്ടത് നിമിഷ നേരം കൊണ്ട് മുഴുവൻ കോൺഗ്രസ്
വാർഡ് അംഗങ്ങൾക്കും BJP ആയി മാറാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ് അവിടെയുള്ള അവരുടെ കൂറുമാറ്റം എല്ലാ കോൺഗ്രസും മാറി BJPയിലേക്ക് ചേക്കേറുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്നത്. വിവാദം പുകയുമ്പോഴും BJPയുമായി സഹകരിച്ച നിലപാട് മാറ്റാൻ പക്ഷേ മറ്റത്തൂരിൽ രാജിവെച്ച കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും പ്രാദേശിക നേതാക്കളും തയ്യാറേയല്ല. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഇന്ന് നൽകിയ അന്ത്യശാസനം അംഗങ്ങൾ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. രാജിവെക്കാൻ തയ്യാറല്ല എന്നും മുൻ DCC സെക്രട്ടറി TN ചന്ദ്രൻ ഇന്ന് വ്യക്തമാക്കി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ആ ഉണ്ടാക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്കതിൻ്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടതുമില്ല. BJPയോടുള്ള വിരോധമാണ് DCC പ്രസിഡന്റിനുള്ളത് എങ്കിൽ തീർച്ചയായും അവർക്കെതിരെയായിരുന്നു ആദ്യം നടപടിയെടുക്കേണ്ടത്. ആ നടപടിയെടുക്കാതെ ഇപ്പോൾ വെറും പുകമറയുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരം അന്ത്യശാസനങ്ങൾ നൽകുന്നത് തികച്ചും അനുചിതമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഏതായാലും പാർട്ടി നേതൃത്വവുമായി KPCC നേതൃത്വമായും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമായും ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജിവെക്കാനും ജനങ്ങളോട് മാപ്പ് പറയാനും TN ചന്ദ്രനും സംഘവും തയ്യാറാകുന്നില്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചക്കുമില്ല എന്നാണ് DCC അധ്യക്ഷന്റെ ഉറച്ച നിലപാട്. BJPയുമായി സഹകരിക്കുന്ന പഞ്ചായത്ത് അംഗങ്ങളെ അയോഗ്യരാക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും ജോസഫ് ടാജറ്റ് ഇന്ന് മുന്നറിയിപ്പ് നൽകി. എന്ത് വികാരം പറഞ്ഞാലും കൂട്ടുകൂടാൻ പാടില്ലാത്തവരുടെ സഹായം ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ല. നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനാധിപത്യവും മതേതരത്വം പുലരണമെന്നാണ്. ആ ഒരു സംവിധാനത്തിനെതിരെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുമായി നമുക്ക് ചേരാൻ സാധിക്കില്ല. അങ്ങനെ ചേരുന്ന എന്ത് വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും നമുക്കതിൽ പറയാനുള്ളത് ഇത്ര മാത്രമുള്ളൂ: അവർ തെറ്റുതിരുത്തണം, ഏറ്റുപറയണം, സ്ഥാനം രാജിവെക്കണം. മറ്റത്തൂരിൽ കോൺഗ്രസ് നേതാക്കൾ BJPയുമായി തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നാണ് LDFനൊപ്പം ചേർന്ന വിമത കോൺഗ്രസ് നേതാവ് KR ഔസേപ്പ് പറയുന്നത്. ഡിസംബർ 23-ന് തൻ്റെ വീട്ടിൽ വന്ന് കണ്ട് BJPയുമായി ധാരണയുണ്ടാക്കുന്ന കാര്യം പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു എന്ന് ഔസേപ്പ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെളിവായിട്ട് അദ്ദേഹം അവർ വീട്ടിലേക്ക് വന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടു. അവർ വന്ന് ആവശ്യപ്പെട്ടത്, ഔസേപ്പെ, നീയാണ് UDFൻ്റെ ലീഡറായിട്ട് നിന്നെയാണ് ഞങ്ങൾ കാണുന്നത്, ഒപ്പം നിൽക്കണം, കൂടെ നിൽക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം നിലവിൽ കോൺഗ്രസ്സിന് 8 ഉണ്ട്, LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFൻ്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഭരിക്കും. ഞാൻ ചോദിച്ചാൽ അതെന്തൊരു, എനിക്ക് മനസ്സിലാവില്ല, അത് എന്ത് ഫോർമുലയാണ്? നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ പിക്ചർ. ഇന്ന് നടന്ന സംഭവങ്ങൾ, ഇന്നത്തെ പ്രസ്താവനകളെല്ലാമാണ് നമ്മൾ കണ്ടത്. തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിലെ അനേകം പഞ്ചായത്തുകളിൽ ഒന്നായ മറ്റത്തൂർ എന്ന പഞ്ചായത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിന് തന്നെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുന്ന കാഴ്ചയാണ് ഈ 2 ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടത്. അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ നമ്മൾ വ്യക്തമാക്കിയിരിക്കുന്ന ആ പ്രസ്താവനകളിലും ആ ഡാറ്റാ ഷീറ്റിലെ വിവരങ്ങളിലും ആകെ തന്നെയും ഉണ്ട്. ഇതിനകത്ത് ജോസഫ് ടാജറ്റ് DCC അധ്യക്ഷൻ, തൃശ്ശൂർ DCC അധ്യക്ഷൻ പറഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ സംഗതി. ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ നാട്ടുകാരോട് പറഞ്ഞ രാഷ്ട്രീയത്തിന് ഓപ്പോസിറ്റായ ഒരു സംഘത്തോട് കൂടിച്ചേരാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അക്കാര്യം തിരുത്തുക, തിരിച്ചു വരിക എന്നതാണ് ഈ അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ, കോൺഗ്രസ്സുകാർ സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്ന് അദ്ദേഹം പറയുന്നതാണ് രാഷ്ട്രീയമായിട്ട് ശരിയായിട്ട് നമുക്ക് അതിനകത്ത് തോന്നുക. പക്ഷേ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നാണ് ഈ പ്രാദേശിക നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം അതിശക്തമായിട്ട് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം കൂടെ പറഞ്ഞുകൊണ്ട് വോട്ട് സമാഹരിക്കുക, വിജയിക്കുക, കോൺഗ്രസ് നേതാക്കളായിട്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിട്ട് വിജയിച്ചു വരിക. പക്ഷേ പഞ്ചായത്ത് ഭരിക്കാൻ നേരം അവർ BJPക്കാരെ കൂടെ ചേർത്തിട്ട് അല്ലെങ്കിൽ BJPക്കാരായി മാറിക്കൊണ്ട് അവിടെ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കുകയും സ്വന്തം നേതാവിനെ പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്ന അങ്ങേയറ്റം രാഷ്ട്രീയമായ ആംഗിളിൽ നോക്കിയാൽ അങ്ങേയറ്റം അവിശുദ്ധമായുള്ളൊരു സംഗതിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പലതായിട്ട്, പല ലെയറായിട്ട്, പലരുടെ വിശദീകരണങ്ങൾ കേട്ട് നമ്മൾ ഇക്കാര്യങ്ങളൊരു അന്തിമമായിട്ടുള്ള
വിലയിരുത്തലിലേക്ക്, നമ്മുടെ ഒരു വിലയിരുത്തലിലേക്ക് എത്തേണ്ടതാണ്. നമുക്ക് ലെബിൻ കെ വിജയൻ നമ്മോടൊപ്പം അവിടെ നിന്ന് വിവരങ്ങളുമായിട്ട് ചേരും. ലെബിൻ, ഇതിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ അടുത്ത നിയമസഭാ പോരാട്ടം നടക്കുന്ന മാസങ്ങളടക്കം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നൊരു സംഗതിയായിട്ട് മറ്റത്തൂരിലെ കാര്യം മാറും എന്ന് സംശയിക്കേണ്ടതില്ല. എങ്ങനെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാം എന്ന ശ്രമം സംസ്ഥാന കോൺഗ്രസ് നേതാക്കളടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? ജോസഫ് ടാജറ്റ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് അംഗങ്ങളും പ്രാദേശിക നേതാക്കളും എന്തായിരിക്കും ചെയ്യുക? സനീഷ്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ഈ വിവാദം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. കാരണം ഇപ്പോഴും ഞാൻ വരുന്നത് മറ്റത്തൂരിൽ നിന്നാണ്. മറ്റത്തൂരിൽ LDF അവിടെ വലിയ ജനകീയ പ്രതിഷേധ പരിപാടി തന്നെ സംഘടിപ്പിച്ചു. ആ വലിയ ആൾക്കൂട്ടം തന്നെയായിരുന്നു ആ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. 6 മാസത്തിനകം ഒരു അവിശ്വാസത്തിലൂടെ LDFന് അവിടെ അധികാരത്തിലെത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ വിഷയം അത് സജീവമായി നിലനിർത്തിക്കൊണ്ട് അത് രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എത്തിക്കാനുള്ളൊരു നീക്കം LDFന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോവുകയാണ്. മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത അവരുടെ ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ ജില്ലാ നേതൃത്വത്തിൻ്റെ അത്രയും ഇതായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മറ്റത്തൂർ വിഷയത്തിൽ മൗനം തുടരുന്നു. മറുവശത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട LDF നേതാക്കൾ നേരിട്ട് ആക്രമണം നടത്തുമ്പോഴും ഈ വിഷയത്തിന്മേൽ ഒരു നിലപാട് പറയാൻ പ്രതിപക്ഷ നേതാവിനോ KPCC പ്രസിഡന്റിനോ ഈ ഘട്ടത്തിൽ വരെയും സാധിച്ചിട്ടില്ല. ഈ വിവാദമുണ്ടായ ശനിയാഴ്ച അന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് അവിടെ ആരും BJPയുമായി ചേർന്നിട്ടില്ല, BJP അംഗത്വം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ദേശീയ തലത്തിലടക്കം രാഹുൽ ഗാന്ധിയും പ്രധാനപ്പെട്ട നേതാക്കളും ഉയർത്തുന്ന ആശയാടിസ്ഥാനത്തിലുള്ള ഒരു വിവരത്തോട് മറുവശത്ത് പ്രതികരിക്കാനാവാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഇവരെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. ഏറ്റവും വേഗത്തിൽ ഒരു നടപടിയെടുത്തത് തൃശ്ശൂരിന്റെ DCC അധ്യക്ഷൻ ജോസഫ് ടാർജറ്റ് ആണ്. അത് കോൺഗ്രസിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ സസ്പെൻഡ് ചെയ്യുകയും പാർട്ടി നേതാക്കളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇന്നും ഇന്നലെയുമായി 2 വട്ടം അദ്ദേഹം ആവശ്യപ്പെട്ടതും കോൺഗ്രസിന്റെ വിരുദ്ധമാണ് ഈ കാര്യങ്ങൾ, അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. ജനങ്ങളോട്, കോൺഗ്രസിന്റെ പ്രവർത്തകരോട്, വോട്ടർമാരോട് മാപ്പ് പറഞ്ഞ് സ്ഥാനം രാജിവെച്ച് തിരികെ എത്തണം എന്നുള്ളതാണ് ജോസഫ് ടാജറ്റ് ഉന്നയിച്ചത്. ഇതിനകത്ത് നമ്മൾ ഈ പല ഭാഗങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്. ഇദ്ദേഹം ജോസഫ് ടാജറ്റ് DCCയുടെ നിലപാട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വിശദീകരിച്ചതുപോലെ ഈ അംഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. TN ചന്ദ്രനൊക്കെ വന്ന് പറയുന്നത് ഒരു തരത്തിലും ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടെന്ന് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങളെ കാണുകയും കുറെ കൂടെ അടുത്ത് നിന്ന് കാണുന്ന ലെബിന് യഥാർത്ഥത്തിൽ ഇതിൽ ഏത് പക്ഷമാണ് ശരിയെന്നാണ് തോന്നുന്നത്. അതായത് എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ജോസഫ് ടാജറ്റിൻ്റെ നിലപാടാണ് ശരി. CPMന് വിമർശത്തെ അർഹമാകാനുള്ള കാര്യങ്ങൾ അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം ആരും BJPയിലേക്ക് ചേർന്നിട്ടില്ല. ഇപ്പോൾ 2 വിമതർ കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു. ആ 2 വിമതരിൽ ഒരാളെ പിടിച്ച് LDF ഒപ്പം നിർത്തിയിട്ട് അവരൊരു ഭരണസമിതി രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആളെയെല്ലാം കൂട്ടിയപ്പോൾ BJPക്കാർ കൂടെ ചേർന്നു. അങ്ങനെ ഒരു ഭരണസമിതി ഉണ്ടായി. അല്ലാതെ ഈ കോൺഗ്രസ് മനസ്സുള്ള ഈ അംഗങ്ങൾ ആരും BJPക്കാരായിട്ടില്ല, BJPയിൽ ചേർന്നിട്ടില്ല എന്ന അവരുടെ വാദം നിലനിൽക്കുന്ന ഒന്നാണോ? സനീഷ്, അവിടെയാണ് ഇതൊരു മുൻധാരണ പ്രകാരം ഉണ്ടായ ഒരു തീരുമാനമാണെന്ന് വ്യക്തമാക്കാനാണ് നമുക്ക് താല്പര്യപ്പെടുന്നത്. കാരണം ഇത് ഏറ്റവും തുടക്ക സമയം മുതൽ അവിടെ എത്തി ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് മലയാളമാണ്. അവിടെ അന്ന് ഈ സമയത്ത് കഴിഞ്ഞ ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ TN ചന്ദ്രൻ അടക്കം ആളുകൾ അവിടെയുണ്ട്. BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള എറണാകുളം മേഖലാ സെക്രട്ടറി ആയിട്ടുള്ള നാഗേഷ് അവിടെയുണ്ട്. ഈ 2 ആളുകളുടെ നേതൃത്വത്തിലാണ് ആ പഞ്ചായത്തിൽ മറ്റത്തൂരിൽ നടക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ ഔസേപ്പ് പറയുന്നത് പ്രകാരമാണെങ്കിൽ 23-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 27-ാം തീയതിയാണ്. 23-ാം തീയതി വൈകിട്ട് ഈ പറയുന്ന ഔസേപ്പിന്റെ വീട്ടിലെത്തി TN ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഉറപ്പ് നൽകുകയാണ്. BJPയുടെ പിന്തുണയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ പ്രസിഡന്റായി മത്സരിക്കണം, ഇല്ലെങ്കിൽ ഇല്ലാത്ത പക്ഷം മറ്റൊരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർത്തേണ്ടി വരുമെന്ന് 23-ാം തീയതി പറഞ്ഞതായിട്ടാണ് KR ഔസേപ്പ് പറയുന്നത്. ഈ TN ചന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രബലനായ മുൻ DCC അധ്യക്ഷൻ ജോസ് വള്ളൂരിന്റെ പിന്തുണയുണ്ടെന്നും ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ KR ഔസേപ്പ് പറയുന്നു. ഈ ഒരു ധാരണ പ്രകാരം നേതൃത്വങ്ങളുടെ അറിവോടുകൂടിയാണ് മറ്റത്തൂരിൽ ഇത്തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടായതെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാനാകും. പക്ഷേ അത് കോൺഗ്രസിനുള്ളിലേക്ക് എത്തുമ്പോൾ ഒരു വിഭാഗം നേതാക്കളുടെ മാത്രം
മാത്രം തീരുമാനപ്രകാരം താല്പര്യപ്രകാരം നടന്നുപോയ ഒരു കാര്യമാണ്. ഇത്ര കണ്ട് രാഷ്ട്രീയ അപകടം അതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഈ പഞ്ചായത്ത് മെമ്പർമാരായി ഭൂരിപക്ഷം അവിടെ ജയിച്ചത് 8 പേരിൽ വനിതകളാണ്. അവർക്കതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല TN ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ മുൻകൂട്ടി ഇവരിൽ നിന്ന് പേപ്പർ ഒപ്പിട്ട് വാങ്ങുകയാണ് ഉണ്ടായതെന്ന് അവിടെ 8 മെമ്പർമാരിൽ ഒരാളായ അഭിഷേക് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. BJPയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നുള്ള കാര്യം തങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജയിച്ചു വന്ന പഞ്ചായത്ത് അംഗങ്ങളെക്കാൾ ഉപരി അവർക്ക് മുകളിൽ നിൽക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളായ പ്രാദേശിക അടിസ്ഥാനത്തിലാണെങ്കിലും ജില്ലാ അടിസ്ഥാനത്തിലാണെങ്കിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഈ തീരുമാനമെടുത്തതും ഈ പഞ്ചായത്ത് അംഗങ്ങളെ അറിയിക്കുന്നതും. അതുകൊണ്ട് തന്നെ BJPയുമായും ഒരു അന്തർധാര ഈ വിഷയത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ മാത്രം തീരുമാനമാണ്. DCC നേതൃത്വമോ അല്ലെങ്കിൽ KPC നേതൃത്വമോ ഈ കാര്യത്തിൽ അറിവുണ്ടാകില്ല എന്ന് തന്നെയാണ് കണക്കാക്കാൻ കഴിയുക. സനീഷ്. ശരി ലെവിൻ വളരെ കൃത്യമാണ്. ലെവിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. കൃത്യമായിട്ടും അവിടെ നടന്ന എന്താണ് എന്നത് ലെവിൻ്റെ ആ റിപ്പോർട്ടുകളിൽ നിന്ന് ആ മറുപടി, എൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയിൽ നിന്ന് വ്യക്തമാണ്. അവിടെ TN ചന്ദ്രൻ എന്ന നേതാവിനെയാണ് പ്രത്യേകമായിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത്. TN ചന്ദ്രൻ എന്ന കോൺഗ്രസ് പ്രാദേശിക നേതാവാണ് ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു ആണിക്കൈയായിട്ട് നിന്നത്. അദ്ദേഹമാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPയുടെ നേതാക്കൾ നാഗേഷ് എന്ന അദ്ദേഹം പറഞ്ഞില്ലേ, നാഗേഷ് അടക്കമുള്ള നേതാക്കൾ അവിടേക്ക് വന്നിട്ട് അങ്ങനെ തെരഞ്ഞെടുപ്പിന് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയും ഇതാണ് സംഭവിക്കുക എന്നൊരു തീരുമാനം അവർ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. KPCC നേതൃത്വത്തെയോ DCC നേതൃത്വത്തെയോ കുറ്റപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നതിൽ അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് നിലപാടെടുക്കാം. പക്ഷേ ലെവിൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ DCC നേതൃത്വവും KPC നേതൃത്വവും ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ അവിടെയുള്ള പ്രാദേശികമായിട്ട് TN ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇങ്ങനെയൊരു തെറ്റായ രാഷ്ട്രീയ നിലപാടിലേക്ക് പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രാജ്യമാകെ ഇങ്ങനെ കോൺഗ്രസ് വിരുദ്ധമായ രാഷ്ട്രീയം BJPയും BJP വിരുദ്ധമായുള്ള രാഷ്ട്രീയം കോൺഗ്രസും കൊണ്ടു നടക്കുമ്പോൾ ഇവരിരുവരും പരസ്പരം വല്ലാതെ പോരടിക്കുന്ന സംഘമാണ് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ BJPയുടെയും RSSന്റെയും രാഷ്ട്രീയത്തെയും അതിശക്തമായിട്ട് എതിർക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പ്രാദേശിക തലത്തിലെ TN ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇതിന് വലിയ വിഘാതമായിട്ട് വരുന്ന, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് അധികാരത്തിന് വേണ്ടി സ്വീകരിച്ചു. അത് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു എന്ന കാര്യം അറിയുമ്പോഴാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസിന് വോട്ട് ചെയ്ത വോട്ടർമാരെയും വല്ലാത്ത തോതിൽ ആ പ്രാദേശിക നേതൃത്വം പറ്റിച്ചിരിക്കുന്നു, അവർ വഞ്ചിച്ചിരിക്കുന്നു എന്ന കാര്യം നമുക്ക് ആകെ ബോധ്യപ്പെടുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ സംഭവിക്കുക, കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ നേതാക്കൾക്കെതിരെ TN ചന്ദ്രൻ അടക്കമുള്ള ആൾക്കെതിരെ എന്ത് നിലപാടെടുക്കുമെന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. രാജ്യമാകെ നോക്കിയാൽ BJPയിലേക്ക് പോയ 8 മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ ഇക്കഴിഞ്ഞ 10 വർഷത്തിനകം എണ്ണിയെടുക്കാം. മുഖ്യമന്ത്രിമാരുടെ കാര്യമാണ്. MLAമാരുടെയും MP മാരുടെയും പട്ടിക നോക്കിയാൽ അത് 150ഓ 200ഓ വരും. കോൺഗ്രസ് വിട്ട് BJP കൂടാരം കയറിയ ജില്ലാ നേതാക്കളുടെ പട്ടിക അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ പോലും പറ്റില്ല. പക്ഷേ ഈ പ്രവണത കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഒരു പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ഒന്നാകെ പോയി BJPയുമായി സഖ്യം ചേരുക എന്നത് നമ്മുടെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ കൂടി പ്രയാസമായിരുന്നു 3 ദിവസം മുമ്പ് വരെ. അതും പക്ഷേ നടന്നിരിക്കുന്നു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന മട്ടിൽ തന്നെയാകും CPIMും ഇടതുപക്ഷവും കോൺഗ്രസിനും BJPക്കുമെതിരെ ആയുധമാക്കുക എന്നത് ഉറപ്പാണ്. തൃശ്ശൂർ കോൺഗ്രസിലെ പ്രാദേശിക തർക്കങ്ങളും പൊട്ടിത്തെറികളുമെല്ലാം ഈ അസാധാരണ സംഭവവികാസത്തിന് പിന്നിൽ ഉണ്ടാകാം. പക്ഷേ ഇക്കാര്യം രാഷ്ട്രീയമായി വിശദീകരിക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വം അടുത്ത കാലത്ത് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിരിക്കും. അയോഗ്യതയ്ക്കുള്ള നടപടിക്രമങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് നീങ്ങുമോ എന്നും എന്തെല്ലാം നിയമപരമായ നൂലാമാലകളാകും മറ്റത്തൂരിനെ കാത്തിരിക്കുന്നത് എന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം.